നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ വെച്ചടി കയറ്റമാണ് എന്ന് തോന്നുന്നു. എവിടെ തൊട്ടാലും അവിടെയെല്ലാം പ്രശ്നങ്ങളും അതിന്റെ ഒരു കൂമ്പാരം തന്നെയാണുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതു മുതൽ ഇടതുപക്ഷത്തിനോട് ജനങ്ങൾക്ക് എന്ത് വികാരമാണുള്ളതെന്ന് അവർ പറയാതെ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാനും സാധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഇടത് ഇടിയുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലും ചട്ടവിരുദ്ധ നിയമനം നടന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫീസിൽ നിന്നും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ച CJ സുരേഷ് കുമാറിനെ അതേ തസ്തികയിൽ പുനർനിയമനം നൽകിയതാണ് വിവാദമാകുന്നത്. പുനർനിയമന വ്യവസ്ഥ ലംഘിച്ചുള്ള നിയമനത്തിൽ അക്കൗണ്ട് ജനറൽ വിശദീകരണം തേടിയിട്ടുണ്ട്. ധനം വകുപ്പിന്റെ എതിർപ്പ് മറികടന്നാണ് നിയമനമുണ്ടായിരിക്കുന്നത്. പുനർനിയമന വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിന്റെ ഓഫീസിൽ ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത്. കോടതി ഉത്തരവും ചട്ടവും പാലിക്കപ്പെട്ടില്ല എന്ന് അക്കൗണ്ട് ജനറൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പുനർനിയമനം നൽകണമെങ്കിൽ പുതിയ തസ്തിക സൃഷ്ടിക്കണമെന്നതാണ് ചട്ടം. വിരമിച്ച ഉദ്യോഗസ്ഥനെ വീണ്ടും നിയമിക്കാൻ കോടതി വിധികളോ ചട്ടങ്ങളോ അനുവദിക്കുന്നില്ല. ധനം വകുപ്പ് മന്ത്രി KN ബാലഗോപാലൻ ഈ നിയമനം പാടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ക്യാബിനറ്റിൽ കൊണ്ടുവന്നത് ഓവർറൂൾ ചെയ്താണ് നിയമനം നൽകിയിരിക്കുന്നത്. ചട്ടവിരുദ്ധമായി ഈ നിയമനത്തിൽ AG പൊതുഭരണ വകുപ്പിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം പുന്നപ്രയിൽ മത്സ്യഫെഡ് സംഘടിപ്പിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന പരിപാടിയിൽ മന്ത്രി സജി ചെറിയാന്റെ പ്രസംഗത്തിനിടെ സദസ്സിൽ നിന്ന് കൂകുവിളിയുണ്ടായി. പിണറായി വിജയൻ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മന്ത്രി പ്രസംഗത്തിനിടെ വിശദീകരിച്ചപ്പോഴാണ് സദസ്സിൽ നിന്ന് കൂക്കുവിളി ഉയർന്നത്. മദ്യലഹരിയിലാണ് സദസ്സിൽ ഉണ്ടായിരുന്ന ഒരാൾ കൂകി വിളിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇയാളെ പിടിച്ചുമാറ്റാൻ മന്ത്രി നിർദ്ദേശിച്ചതോടെ പോലീസുകാർ ഇടപെട്ട് ഇയാളോട് സദസ്സിന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇയാൾ അതിന് തയ്യാറായില്ല. ഇതിനിടയിൽ സംഘാടകരിൽ ഒരാൾ കൂകി വിളിച്ചയാളെ കയ്യേറ്റം ചെയ്ത് പരിപാടി നടന്ന ഹാളിന് പുറത്തേക്ക് മാറ്റി. ഇയാളെ പോലീസ് പിടിച്ചുകൊണ്ടു പോകുന്നത് നോക്കി നിന്ന സദസ്സിനോട് ഇവിടെ ശ്രദ്ധിച്ചാൽ മതിയെന്ന് ആവശ്യപ്പെട്ട് മന്ത്രി സജി ചെറിയാൻ പിന്നീട് പ്രസംഗം തുടരുകയായിരുന്നു ഉണ്ടായത്.